ഏഷ്യാനെറ്റ് വാർത്ത മലയാളിയുടെ സ്വീകരണ മുറികളിലെത്തിയിട്ട് ഇന്ന് 20 വർഷം തികയുന്നു. 1995 സെപ്റ്റംബർ 30 രാത്രി 7:30 ആദ്യത്തെ വാർത്താ ബുള്ളറ്റിൻ. നമസ്കാരം. പ്രധാന വാർത്തകൾ. കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം തുടങ്ങി. ഇന്ത്യയിലെ സ്വകാര്യ ടെലിവിഷൻ രംഗത്തെ ആദ്യത്തെ തത്സമയ വാർത്താ സംപ്രേഷണമായിരുന്നു ഇത്. കേരളത്തിൽ നിന്ന് അനേകായിരം കിലോമീറ്റർ അകലെ ഫിലിപ്പീൻസ് എന്ന ദ്വീപിലെ സുബിക് ബേയിലെ സ്റ്റുഡിയോയിൽ നിന്നായിരുന്നു വാർത്താ സംപ്രേഷണം. വിയറ്റ്നാം യുദ്ധകാലത്ത് അമേരിക്കയുടെ നാവികത്താവളമായിരുന്ന സ്ഥലമാണ് സുബിക് ബേ. തിരുവനന്തപുരത്തെ ന്യൂസ് ഡെസ്കിൽ നിന്ന് കൈകൊണ്ടെഴുതി ഫാക്സ് ചെയ്ത കടലാസുകൾ നോക്കിയായിരുന്നു ആദ്യകാലത്തെ വാർത്താ വായന. ടെലിപ്രോംപ്റ്ററുകളടക്കമുള്ള സാങ്കേതിക സൗകര്യങ്ങൾ ഒന്നും തന്നെയില്ല. കേരളത്തിലെ വാർത്താ സംഭവങ്ങളുടെ ഫോട്ടോഗ്രാഫുകൾ മാത്രമേ ആദ്യകാല ബുള്ളറ്റിനുകളിൽ ഉണ്ടാകുമായിരുന്നുള്ളൂ. റോയിട്ടേഴ്സ് വഴി കിട്ടുന്ന വിദേശ വാർത്തകളും നേരത്തെ തയ്യാറാക്കിയ വാർത്താ കഥകളുമായിരുന്നു ദൃശ്യങ്ങളെല്ലാം. കേരളത്തിൽ പലയിടത്തായി ഷൂട്ട് ചെയ്യുന്ന ദൃശ്യങ്ങൾ ടേപ്പിലാക്കി ചെന്നൈ വഴി സിംഗപ്പൂരിലേക്കും അവിടെ നിന്ന് സുബിക് ബേയിലേക്കും എത്തിക്കുമ്പോൾ 2-3 ദിവസം കഴിഞ്ഞിരിക്കും. NK രവീന്ദ്രൻ, A പ്രമോദ് എന്നീ മാധ്യമപ്രവർത്തകരും യുവരാജ് എന്ന ടെക്നീഷ്യനും മാത്രമായിരുന്നു ന്യൂസ് സെൻറ്ററിലെ അംഗങ്ങൾ. ഫിലിപ്പൈൻസിലെ കൊടുങ്കാറ്റുകളുടെയും അഗ്നിപർവ്വത സ്ഫോടനങ്ങളുടെയും ഭീഷണി അതിജീവിച്ചായിരുന്നു പലപ്പോഴും വാർത്താ സംപ്രേഷണം. ഇത്രയും പരിമിതികളുണ്ടായിട്ടും ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ സത്യസന്ധവും നിഷ്പക്ഷവുമായ വാർത്തകൾ കാണാനും അറിയാനും ടെലിവിഷൻ സെറ്റുകൾക്ക് മുമ്പിൽ ആദ്യ ദിവസം മുതൽ മലയാളി കൂട്ടം കൂടി നിന്നു. കേരളത്തിൽ എല്ലായിടത്തും അത് തുടരുന്നു. ന്യൂസ് ഡെസ്ക്, ഏഷ്യാനെറ്റ് ന്യൂസ്.